അങ്ങനെ ബൈക്കും എടുത്തുകൊണ്ട് ലുലു മാളിലേക്ക് പോവുകയാണ്. ഇതാ ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഓഫറല്ലേ ഓഫർ, 50% ഓഫർ. എന്തിനൊക്കെ മേടിക്കാം. നേരെ ലുലു മാളിലേക്കുള്ള യാത്രയാണ്. എൻ്റെ കൂടെ നമ്മുടെ ഗിരീഷ് ചേട്ടനും ഗോപു എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞാൻ പതുക്കെ അങ്ങനെ ലുലു മാളിലേക്ക് പോവുകയാണ്. നിറച്ച് വണ്ടി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട് അവരെത്തി. ഞങ്ങൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിലാണ് കയറുന്നത്. കയറുമ്പോഴേ തൊട്ടേ ഉണ്ട് ആളുകൾ നിറച്ച്, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും പിള്ളേരും കുട്ടികളും, രക്ഷയില്ല. തിരക്ക് തന്നെ തിരക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ നേരെ അകത്തോട്ട് കയറുവാണ്. ഇപ്പോഴേ നമുക്ക് ഇവിടുന്ന് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പ്രേ, പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലാഭമാണ് കേട്ടോ. 50% ഓഫിൽ നല്ല പെർഫ്യൂംസ് ഒരുപാടുണ്ട്. നമുക്ക് 500 രൂപയുടെയൊക്കെ പെർഫ്യൂം നോർമൽ റേറ്റിൽ 250 രൂപ 200 റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ തേയിലപ്പൊടി, അതിനൊക്കെ നല്ല റേറ്റ് കൊടുക്കണം. വേണ്ടിയൊരു തേയിലപ്പൊടിക്ക് എന്തായാലും ഒന്ന് എല്ലായിടത്തും ഒന്ന് കയറി. ആശീർവാദിൻ്റെ ആട്ടയൊക്കെ അതിനൊക്കെ ഞാൻ നോർമൽ റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാഷ്യൂ നട്ട്സ്, പിന്നെ പിയാമടി വെച്ചിട്ട് സോപ്പുണ്ട്. അതിന് ഒരു സോപ്പിന് 12 സോപ്പിന് വേണ്ട 30 രൂപ വെച്ചേ വരുന്നുള്ളൂ. 36 രൂപ അതിനനുസരിച്ചേ വരുന്നുള്ളൂ. അത് ലാഭമാണ്. അല്ലാതെ കടയിൽ പോയി മേടിച്ച് നല്ല റേറ്റാണ്. ഇത് ആൾക്കാരങ്ങ് ഒഴുകിയെത്തുമല്ലേ, ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെ കയറി അറിയാവുന്ന 2 പേരെ കണ്ടു. എന്താ പറയുക, വെജിറ്റബിൾസ് ക്യാബേജിനൊക്കെ ഉണ്ടോ 18 രൂപ. പിന്നെ ഏറ്റവും ലാഭം അവർക്ക് ഡേറ്റ്സാണ്. ഡേറ്റ്സിന് അത്യാവശ്യം നോർമൽ റേറ്റ് നല്ല സാധനം കിട്ടും. പിന്നെ ആപ്പിള്, പിന്നെ അവക്കാഡോ ലാഭമായി കേട്ടോ. അവക്കാഡോയ്ക്ക് നല്ല ലാഭത്തിൽ ഞങ്ങൾ മേടിച്ചായിരുന്നു. ഞങ്ങൾ കുറച്ച് എടുത്തത്, ഞാൻ 3 പേരും മേടിച്ചു. അതും നല്ലൊരു ഇതാണ്. അത് 2 ടൈപ്പും ഉണ്ട്, ഇന്ത്യനും ഉണ്ട്, പിന്നെ ഇമ്പോർട്ടഡും ഉണ്ട് കേട്ടോ. അതും നല്ല ലാഭമായിരുന്നു. വെജിറ്റബിൾസിനൊക്കെ അവർ ഇട്ടിട്ടില്ല. അതും എന്തായാലും നല്ലൊരു കാര്യമാണ്. ആപ്പിളൊക്കെ എല്ലാം പല ടൈപ്സ് ഓഫ് ആപ്പിള് ഫ്രൂട്ട്സാണ് കേട്ടോ. അതും എന്തായാലും നോർമൽ റേറ്റിൽ നല്ല ക്വാളിറ്റി സാധനം നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം. നമ്മൾ സാറിന് കൊച്ചിയിലൊക്കെ പോകുമ്പോഴേ, ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ നമ്മൾ ആ ഒരു ആക്സസ് നമ്മുടെ കോട്ടയത്ത് കിട്ടിയത് എത്രയായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഇതാണ് അവക്കാഡോ. അതിൻ്റെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് 1 രൂപ. പിന്നെ ഡേറ്റ്സ്, നട്ട്സ്, ഈ എന്താ പറയുന്നത്, ഈ നമ്മൾ ഇങ്ങോട്ടേലൊക്കെ പോകുന്ന ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വന്നവരൊക്കെയാണല്ലോ അധികം സാധനം കൊണ്ട് വരാത്തവർക്കൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, മേടിക്കാം. വലിയ റേറ്റും ഇല്ല. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇറങ്ങുവാണ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഹൈപ്പർ മാർക്കറ്റിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. തിരിച്ച് ഞാനിങ്ങനെ ഇറങ്ങി. ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ഗിരീഷൻ്റെ ഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നു. ആരോ ഇന്ന് പുള്ളിക്കൊരു ഷർട്ട്, അതും 2 ഓഫ് കിടപ്പുണ്ട് അവിടെ. പിന്നെ ഷർട്ട് എടുത്തു. ഞങ്ങൾ നേരെ കണക്റ്റിൽ കയറണം. തിരിച്ചിറങ്ങി കണക്റ്റിൽ കയറണം. അത് ഇനി അടുത്ത പാർട്ടിൽ ഞാൻ ഇടുന്നതാണ് വീഡിയോ. തിരിച്ച് പതുക്കെ വണ്ടി എടുത്ത് ഞാൻ എൻ്റെ ബൈക്ക് അവരെ റൗണ്ട് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് ബ്ലോക്കാണ്. എന്തായാലും അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് കുറയ്ക്കാനായിട്ട്. പക്ഷേ ബ്ലോക്കിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. എന്നായാലും പ്രശ്നമില്ലാതെ അതിങ്ങോട്ട് ഇറങ്ങിപ്പടി റൈറ്റിലോട്ടാണ് പോകുന്നത്. കോട്ടയത്ത് ടൗണിലോട്ടാണ് പോകുന്നത്. പക്ഷേ ലെഫ്റ്റിലോട്ടേ പോകുന്നത്. നമ്മളപ്പുറത്ത് ചെന്നിട്ട് അത് വണ്ടി തിരിച്ചുകൊണ്ട് വന്നാൽ ഞാൻ മാക്സിമം നോക്കിയാൽ വന്നേ കയറ്റാൻ റൈറ്റ് ടേൺ ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് മുകളിലാവില്ല. ഇതൊക്കെ കയറ്റി വെച്ച് നാട്ടിൽ ഒരു KSRTC-കാരൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകിലോട്ട് ഇനോക്കാരൻ താങ്ക്സ് ചേട്ടാ ഞാൻ നേരെ അവിടുന്ന് ടേൺ ചെയ്ത് അതൊക്കെ അങ്ങനെ അവിടുന്ന്
യാത്രയാണ്. ബാക്കി സാധനങ്ങളെല്ലാം ഗൂഗിളിൻ്റെ വണ്ടിയിൽ അടിച്ചിരിക്കുന്നത്. എന്തായാലും കുറച്ച് സാധനങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യുന്നു. ഒരു ഓഫർ നമ്മൾ